ഹായ്, സിബിൽ സ്റ്റിച്ചിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്ക് 2 മീറ്റർ തുണിയോടെ തന്നിട്ട് ഒരു ഫ്ലയർ ടോപ്പ് അടിച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഫ്ലയർ ടോപ്പ് 2 മീറ്ററിൽ ഞാൻ ആലോചിച്ചിട്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടില്ല. അവസാനം എനിക്ക് കിട്ടിയ ഒരു ഐഡിയ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതേമാതിരി കട്ടിങ് ചെയ്തും കാണിച്ചു തരാം. അപ്പൊ എല്ലാവരും കട്ടിങ് ശ്രദ്ധിക്കുക. 2 മീറ്റർ തുണിയാണ്. തുണിയിൽ താഴേക്ക് നല്ല ഫ്ലെയർ വേണമെന്നാണ് ടോപ്പ് അടിക്കാൻ തന്നതാണ്. അപ്പൊ അത് എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ ആദ്യം ഒരു ഐഡിയ കിട്ടിയ പല ഐഡിയക്ക് ഇതാ ചെയ്യാൻ പോകണം. നമ്മള് 4 മടക്കുക, 2 മടക്കിയത് 4 മടക്കിയിട്ട് തുണി ഇതിന്റെ 4 മടക്കുമ്പോൾ നമ്മൾ നോക്കണം, ഇറക്കം നോക്കണം. 43 ഇഞ്ചാണ് നമുക്ക് ഇതിന്റെ ഇറക്കം. 43 ഇറക്കം, 13 ഷോൾഡർ, 36 ചെസ്റ്റ്, 32 ഷേപ്പ്, 40 സീറ്റ്. സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല, ഫ്ലയർ ടോപ്പ് വേണമെന്നാണ്. അപ്പൊ അതിന്റെ അളവ് എടുക്കുന്ന 36 കൂടി 4 ഇഞ്ച് കൂട്ടി 40, ഒരു സൈഡ് 20 വരും. 32 കൂടി 3, 15, 35, 17 ഒരു സൈഡ് വരും. സീറ്റ് 40, 2 ഇഞ്ച് കൂട്ടുമ്പോൾ 42, 21 ഒരു സൈഡ്. അങ്ങനെയാണ് ഇതിന്റെ അളവിന്റെ കണക്ക് വരുന്നത്. കട്ടിങ് ചെയ്യേണ്ടത് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ തുണി മൊത്തത്തിലൊന്ന് നോക്കുന്നത്. അപ്പൊ 43 ഇറക്കം നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടും. 43 ഇറക്കം 2 ഭാഗത്തും 1/2 ഇഞ്ച് തുമ്പ് മടക്കിയിരിക്കാനുണ്ട്. അപ്പൊ നമ്മൾ തുണി 4 മടക്കി തുണി മടക്കിയിടുക. താഴേക്ക് ഫ്ലെയർ കിട്ടണം, അതിന്റെ കട്ടിങ് ആണ്. കട്ടിങ് നോക്കില്ല. എങ്ങനെ തുണി കിട്ടിയിട്ട് താഴേക്ക് ഫ്ലെയർ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ചൂട് കൊടുത്താൽ മതി. ഓരോന്നും ആലോചിക്കാൻ നിൽക്കണ്ട. ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാം. തുണി 2 മടക്കിന് 4 മടക്കുക. ഇനി നമ്മൾ അളവ് സെറ്റ് ചെയ്യുക. ഇറക്കം നമ്മൾ നോക്കി ഇറക്കം കറക്റ്റാണ്. അപ്പൊ നമ്മള് റിഗാർഡ് 16 വരും. 16, 8, 8ന്റെ പകുതി 8 കൂടി 1/2 ഇഞ്ച് തുമ്പ് കുറച്ചിട്ട് 7 ഇഞ്ച് റിഗാർഡിനെ മാർക്ക് ചെയ്യുക. ഈ സീറ്റ് നമ്മൾ ഏകദേശം സീറ്റ് അളവ് ഉണ്ടാക്കുക. സ്ലിറ്റിന്റെ അളവ് സൈഡ് ഓപ്പൺ ഇല്ല എങ്കിലും ഒരു 22 ഇഞ്ച് സ്ലിറ്റ് മാർക്ക് ചെയ്തിട്ടാണ്. ഇനി അതിന്റെ നേരെ സെന്ററിൽ 15 ഇഞ്ച്, അതായത് 14.5 ഇഞ്ച് യോക്ക് വരണം. 14 1/2 ഇഞ്ച് തുണിത്തുമ്പോൾ 15 ഇഞ്ച് യോക്കിന്റെ ആ ഒരു ഷേപ്പിന്റെ കണക്കാണ് പറഞ്ഞത്, യോക്കല്ല. ഇതും സെന്ററാണ്. നോക്ക്, സെന്റർ ആയിട്ടുണ്ട്. ഇനി നമ്മളെ ചെസ്റ്റ് അവിടെ നമ്മളെ മാർക്കിലൊന്ന് വരട്ട് കൊടുക്കുക. അളവുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഷേപ്പിന്റെ അവിടെയും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്ലിറ്റ് ഇല്ല എങ്കിലും അവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ഒരളവിന് വേണ്ടിയിട്ട് അവിടെ മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇത് അളവ് കൊടുക്കേണ്ടത് നോക്കുക. സീറ്റ് 21 വൺ സൈഡ്, അപ്പൊ 10 ഇഞ്ച് വൺ സൈഡ് എടുക്കുക. ഷേപ്പ് 17, അപ്പൊ 8.5, 8.75 ഷേപ്പ്. ചെസ്റ്റ് 40, അപ്പൊ അതിന്റെ വൺ സൈഡ് 20, 10 ഇഞ്ച്. ഈ ഷോൾഡർ 13, 6.5 ഇഞ്ച് തുമ്പ് കൂട്ടിയിട്ട് 7 ഇഞ്ച് ഷോൾഡർ. അത് മെയിൻ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി കഴുത്ത് ഒരു 6 ഇഞ്ച് വൈഡ്, ഫ്രണ്ട് ഒരു 6 ഇഞ്ച്. വീനക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വീനക്കിന് ഒരു 6 ഇഞ്ച് കൊടുക്കുക. ബാക്കിലേക്ക് ഓവർ ഇറക്കുന്ന 2.5 ഇഞ്ച് മതി. അതുപോലെ മാർക്ക് ചെയ്യുക. ഇനി മാർക്കിങ് ശ്രദ്ധിക്കുക. ഇത് സാധാരണ പോലെ തന്നെ നമ്മള് ഷോൾഡറിന്റെ ഒന്ന് ചെസ്റ്റിന്റെ കൊടുക്കുക, നേരെ ലെവലും മാർക്ക് ചെയ്ത് കൊടുക്കുക. ചെസ്റ്റിന്റെ ഒന്ന് ഷേപ്പിന്റെ കൊടുക്കുക. ഷേപ്പ് സ്കെയിൽ എടുത്തിട്ട് ഷേപ്പായിട്ട് തന്നെ വരച്ചു കൊടുക്കുക. ഇനി പുറത്തോട്ട് സീറ്റിന്റെ കൊടുക്കുക. നമ്മൾ പുറത്തേക്ക് കുറച്ച് പുറത്തോട്ട് തള്ളിയിട്ടിട്ട് ഷേപ്പ് സ്കെയിൽ പുറത്തോട്ട് തള്ളിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി റിഗാർഡ് അവിടെ ഒന്ന് അളവ് കറക്റ്റ് ചെയ്യുക. റിഗാർഡ് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. 16 ഇഞ്ച് റിഗാർഡ്, അത് കറക്റ്റാണ്. ഇനി ഞാൻ കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. നമ്മൾ പീസ് കട്ട് ചെയ്യുന്നത്, അതായത് പീസായിട്ട് ഫ്ലാറ്റ് ടോപ്പും പീസ് കട്ടായിട്ട് നമ്മൾ കൊടുത്തു നേരെ ഷോൾഡറാണ്. ഇത് ഞാൻ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. ഫ്ലാറ്റ് ഫ്ലയർ വേണമെന്നതുകൊണ്ട് നമുക്ക് അവിടെ കട്ടിങ് വരും. അപ്പോ നമ്മൾ കഴുത്തിന്റെ മാർക്ക് കഴിഞ്ഞ് 1 ഇഞ്ച് അവിടെ അങ്ങോട്ട് നേരെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി ഇതിന്റെ മൊത്തത്തിൽ ഈ ഫ്ലെയർ ഇപ്പൊ ഇത് എത്ര ഉണ്ട് നോക്കുക. ഇത് 18 ഇഞ്ച്. അപ്പോൾ ഇതിന്റെ 9 ഇഞ്ച് ഇങ്ങനെ